ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ഒരു കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേച്ചി ഈശോ ശേസ്തിയായിരിക്കട്ടെ, ഒന്ന് പരിചയപ്പെടുത്താവോ? അപ്പോൾ ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ വേണ്ടി നിങ്ങൾ അവിടുന്ന് വന്നതാണ്. ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞു, ആദ്യമേ അറിഞ്ഞല്ലോ, ഈ ഇടവകക്കാരല്ലാത്തതുകൊണ്ട് കേട്ടറിഞ്ഞതായിരിക്കും. ആ ഒരു സമയം ആദ്യമായിട്ട് എന്തായിരുന്നു തോന്നിയത്? എൻ്റെ ആൻറ്റിയുടെ ഇടവകയാണിത്. ഇടവക വന്നപ്പോൾ ഇവിടെ ആൻറ്റിയുടെ അടുത്ത് വന്നതാണ്. അന്നേരം ഇങ്ങനെ അറിഞ്ഞു, ഈശോനെ പറ്റി കാണണം, ആഗ്രഹം ഉള്ളിൽ ഒത്തിരി ആഗ്രഹത്തോടുകൂടിയാണ് ഈശോയുടെ അടുത്ത് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടും ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒത്തിരി ഈ തിരുമുഖത്തിനെ പറ്റി കേട്ടപ്പോൾ മുതൽ ഒത്തിരി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ട് എൻ്റെ മോന് സർജറി പറഞ്ഞതാണ്. അഡിനോയിഡ് ടോൺസിലൈറ്റിസുമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ച് അത് കംപ്ലീറ്റ് മാറി. അതിന് നന്ദി പറയാനായിട്ടാണ് ഇപ്പോൾ വന്നത്. എല്ലാവരും ഈശോയെ ഒന്ന് കാണണം, അനുഭവിക്കണം എന്നുള്ളത്. ചേച്ചിയാണെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചൊരു അനുഭവത്തിന് ഈശോയുടെ നന്ദി പറയാനായിരുന്നു. എപ്പോഴായിരുന്നു ആ ഒരു സംഭവം? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2023 ഏപ്രിൽ 24 ഇത് വല്ലാണ്ട് കൂടിപ്പോയി. പനിച്ച് മുഖത്തിൻ്റെ ഷേപ്പുകളെല്ലാം മാറി, ഒത്തിരി ടോട്ടലി കൊച്ചു മാറിപ്പോയി ഇവന്. പിന്നെ ഞങ്ങൾ കുവൈറ്റിലാണ് ഉള്ളത്. ഞാൻ അവിടുത്തെ നേഴ്സാണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഡോക്ടർമാരെല്ലാം കൺസൾട്ട് ചെയ്തു. ഒത്തിരി ഏതാണ്ട് 5 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ പോയി. അതിനുശേഷം ഒരു കുറവും ഉണ്ടായില്ല. പിന്നെ ഞാനിവിടെ വരാമെന്നൊരു ഈശോയുടെ അടുത്ത് വരാമെന്ന് ഇവിടെ ഉണ്ടായപ്പോൾ ഇവന് പ്രീ ടൈം ബേബിയാണ്. ഉണ്ടായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇനി സാഹചര്യം കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. ഇനി സർജറി കൂടാതെ അവന് കംപ്ലീറ്റ് ക്യൂറായി. ഇപ്പോൾ ഒരു അഡിനോയിഡിന് യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ അവനെ അലട്ടുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് 4 വർഷമായിട്ട് സീസറൽ ആർട്ടിക്കേരിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇവൻ്റെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈശോയുടെ എൻ്റെ ഈശോയെ എല്ലാ വർഷവും കുവൈറ്റിൽ ചൂട് കൊടുക്കുന്ന സമയത്ത് ദേഹം മുഴുവൻ ചൊടിഞ്ഞ് തടിക്കുമായിരുന്നു. കൊണ്ടുവരാം എന്നിങ്ങനെ പറഞ്ഞു. നിന്നെ എന്ന് കാണാൻ അനുഭവിക്കുന്നോ അന്ന് കഴിഞ്ഞ വർഷം പോയിട്ട് ഞങ്ങൾ ഈ വർഷം ലീവിന് വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഒത്തിരി അനുഭവം ഉണ്ടായി. ഈ വർഷം അത് വന്നില്ല. അതൊരു വലിയ അനുഭവം തന്നെയാണ്. അനുഗ്രഹങ്ങളുടെ ഒരു കൃപ തന്നെയാണ് ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ ചൊരിയുന്നത്. ഈശോയെ കണ്ടപ്പോൾ എന്നാ തോന്നി കുഞ്ഞാ? ഈശോയെ നേരിട്ട് കണ്ടോ? ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെയാണോ? കണ്ടു. ഈശോയെ കണ്ടപ്പോൾ എന്നാ തോന്നി? ആണോ? അപ്പോൾ നമ്മുടെ മോൻ എന്നാ തോന്നി ഈശോയെ കണ്ടപ്പോൾ? അപ്പോൾ ചേട്ടാ, നമ്മളിപ്പോൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും വിശുദ്ധ കുർബാനയൊക്കെ സംശയിച്ച കുറേ ആൾക്കാർ, നമ്മൾ സംശയിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത് ചേച്ചി? എൻ്റെ ജീവിതത്തിൽ ഞാൻ പറ്റാവുന്നത്രയും ദിവസങ്ങളിൽ ദിവ്യബലിക്ക് പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഇനിയും അതിൽ കൂടുതൽ പ്രചോദനയായി ഇത്രയും അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഇനിയും ക്രിസ്തുവിൽ കൂടുതൽ പേരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനും ഈ വിശ്വാസത്തിൽ അടിയുറച്ച് വിൽക്കാനും ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്.